ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെം ജേണി. മൂന്നാല് സിനിമയുടെ അപ്ഡേറ്റുകളാണ് പറയാനുള്ളത്. അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു കംബാക്ക് ഉണ്ട്. ആരുടേതാണ് കംബാക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ സ്വരത്തിൽ നമുക്ക് പറയാം, നിവിൻ പോളി. സത്യല്ലേ? നിങ്ങളൊരു പക്ഷേ ഇത് ആരായിരിക്കുന്നൊക്കെ ചിന്തിച്ചതിൽ പോലും നിവിൻ പോളി എന്ന പേര് കേട്ടാൽ നിങ്ങൾക്ക് തോന്നും, ശരിയാണല്ലോ, നിവിൻ പോളിയുടെ ഒരു കംബാക്ക് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭയങ്കരമായിട്ട് തടിയൊക്കെ കുറച്ച് ആൾ അത്രയും വലിയ ട്രാൻസ്ഫോർമേഷൻ നടത്തി കണ്ടു ഞാൻ പ്രേമത്തിൽ നമ്മൾ കണ്ടിരുന്ന അതേ നിവിൻ പോളി ആ രീതിയിലേക്ക് ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ്. തടി കൂടിയിരുന്നു, അതാണ് ഇതാണ് മറ്റാണ് മറിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു തുടക്കത്തിൽ നമ്മൾ കണ്ട നിവിൻ പോളിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പിടിച്ച പടം എന്ന് പറഞ്ഞിട്ട് നിവിൻ പോളി കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുള്ള ഒരു പോസ്റ്ററാണ് ഇത്. ഡോൾബി ദിനേശൻ എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. പുള്ളി ഒരു ഓട്ടോ ഡ്രൈവറാണ്. എന്നിട്ട് താഴെ ആ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഓട്ടോ സ്റ്റാൻഡിൽ പുള്ളി നിൽക്കുന്നതായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഏതൊരു പഴയ ബിൽഡിംഗ് ഉണ്ട് പുറകിൽ, ഓട്ടോറിക്ഷ അവിടെ കിടക്കുന്നുണ്ട്. ഓട്ടോറിക്ഷയിൽ ഓമന എന്ന് പേര് എഴുതിയിട്ടുള്ള ഓട്ടോറിക്ഷയിലാണ് പുള്ളി ചാരി നിൽക്കുന്നത്. ഇനി അതാണോ പിറകിൽ നിൽക്കുന്ന വണ്ടിയാണോ പുള്ളിക്കാരൻ്റെ നമുക്കറിയില്ല. എന്തരായാലും കാക്കിയിൽ തന്നെയാണ്. കയ്യിൽ മാതൃഭൂമിയുടെ ഒരു ന്യൂസ് പേപ്പർ. ആ മാതൃഭൂമിയിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ന്യൂസ് പേപ്പർ വെറുതെ ചുട്ടിപ്പിടിച്ചോ, അത്രേ ഉള്ളൂ, പൊറോട്ട ചുട്ടിപ്പിടിക്കുന്ന പോലെ. എന്നിട്ട് ഡോൾബി ദിനേശ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. പുള്ളി ആരെയോ ഒരു നോട്ടം നോക്കി നിൽക്കുകയാണ്. ഈ കഥാപാത്രം നല്ല അസൽ കഥാപാത്രമായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. ക്യാരക്ടർ ശരിക്കും ലുക്ക് കണ്ടുകഴിഞ്ഞാൽ കറക്റ്റ് ഇതേ ലുക്കിൽ ഈ കൂറയൊക്കെ തൊട്ട് കയ്യിലൊരു മറ്റേ കറുത്ത ചരടൊക്കെ ഇട്ട് ഇടത്തെ കയ്യിലൊരു ഇടിവളയൊക്കെ ആയിട്ട് ഈ ലുക്കിൽ ആരൊക്കെയോ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ തന്നെ നമുക്ക് തോന്നും. കാരണം നമ്മൾ ഏത് ഓട്ടോ സ്റ്റാൻഡ് എടുത്താലും ഒരാൾ ഇങ്ങനെ ഉണ്ടാവും നമുക്ക് തോന്നാറുണ്ട്. അത്തരത്തിലാണ് ഫീൽ ചെയ്യുന്നത്. ഈ ലുക്ക് കണ്ടിട്ട് ഒറ്റയടിക്ക് എനിക്ക് എന്തോ ഒരു തൃശ്ശൂർ ടച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. തൃശ്ശൂർക്കാരനാണോ എന്നറിയില്ല. എന്തായാലും കൊള്ളാം, നല്ല കിഡ്ലൻ സാധനമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ദിനേശ ഒരു ഓട്ടം പോയാലോ, അതിനെന്താ, പോയേക്കാം, 2-2.5 മണിക്കൂർ അസൽ ഓട്ടം തന്നെ ആയിക്കോട്ടെ. ഇനി ആരൊക്കെയാണ്? നിവിൻ പോളി, ഡോൾബി ദിനേശൻ, എ ഫിലിം ബൈ തമർ, പ്രൊഡ്യൂസ്ഡ് ബൈ വിനായക അജിത്ത്. ഇവരാണ് ഇതിന്റെ ആളുകൾ. റോളിംഗ് സൂൺ ഇൻ ആൻഡ് ആസ് ഡോൾബി ദിനേശൻ. ഇത് പൊളിക്കും എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇനി തുടരും സിനിമയിലെ ഇന്നൊരു പോസ്റ്റർ ഇവർ ഇട്ടിട്ടുണ്ട്. ഇതെവിടെ കൊടുത്തിട്ടുണ്ട്, നല്ല കിടിലൻ പോസ്റ്റർ, നല്ല ക്വാളിറ്റി പോസ്റ്റർ. അതായത് ലാലേട്ടനും ശോഭന ചേച്ചിയും ഏതോ വസ്ത്രക്കടയിൽ ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് കയ്യിൽ രണ്ടാളും ഒരു പച്ച ടച്ചുള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ലാലേട്ടൻ്റെ കയ്യിൽ മഞ്ഞയുണ്ട്. കൊള്ളാം. ആൻഡ് ഈ സിനിമയിലെ എല്ലാ പോസ്റ്ററും നല്ല ക്വാളിറ്റി സാധനം, നല്ല ക്രിസ്റ്റൽ ക്ലിയർ, HD ക്വാളിറ്റി ഫീൽ ചെയ്യുന്നത്. അതായത് എല്ലാ ഫോട്ടോ അങ്ങനത്തെ നമുക്ക് കിട്ടും, പക്ഷെ ഇതിന്റെ ഫോട്ടോസിന് എന്തോ ഒരു പ്രത്യേകത എപ്പോഴും ഫീൽ ചെയ്യുന്നത്. അങ്ങനെ കിഡിലൻ പോസ്റ്റേഴ്സാണ് വരാറുള്ളത്, നല്ല സ്റ്റിൽസ് ആണ്. ഇൻ സിനിമാസ് 25/4/25. ആൻഡ് ഇതിന്റെ താഴെ വരെ എഴുതിയത് സാധനം അവിടെ അതായത് പോസ്റ്റേഴ്സ് വരും പോകും, പക്ഷെ ഇതിന് മാത്രം ഒരു മാറ്റവും ഇല്ലാത്ത രീതിയിലാണ് സാധനം കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തേക്ക് വരികയാണെങ്കിൽ ദേ കിടക്കണ സ്റ്റൈൽ മന്നൻ. ആര്? രജനീകാന്ത് അല്ല, മലയാളത്തിലൊരൊറ്റ സ്റ്റൈൽ മന്നേ ഉള്ളൂ. ഇന്ത്യൻ സിനിമയിൽ മറ്റൊരു പേരായിട്ടിരിക്കുന്ന ബിഗംസിലെ രണ്ടാമത്തെ ആളായിട്ടുള്ള, അല്ലെങ്കിൽ ഒന്നാമത്തെ ആളായിട്ടുള്ള, 2 പേരിൽ ഒരാളായില്ല. എന്റെ അമ്മോ, എന്തൊക്കെ ശ്രദ്ധിക്കണം. 1 പറയലും പ്രശ്നമാണ്, 2 പറയലും പ്രശ്നമാണ്. മമ്മൂക്ക. അപ്പോ മമ്മൂക്കയുടെ ഈ ലുക്ക് സിനിമ ഇപ്പോഴും കണ്ടിട്ടില്ലാത്ത ആളുകൾ ദയവായിട്ട് കാണാൻ ശ്രമിക്കുക. കിഡിലാണ്. അവസാനത്തെ 20 മിനിറ്റ് എല്ലാവരും പറയുന്നുണ്ടല്ലോ, നല്ല സൂപ്പർ എൻട്രി. അവിടെ കാലിൽ തളയും ഒന്നും കാണാനില്ല. ഐ മീൻ മറ്റേ പാസരന്മാരി കുറെ ചിലങ്കൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്, ആ സാധനം ഒന്നും കാണാനില്ല. ബട്ട് ഇതൊരു കിഡിലൻ സംഭവം തന്നെയാണ്. ഇതിൽ പുള്ളി ചെയ്ത് വെച്ചിട്ടുള്ള പെർഫോമൻസ് ഒരാൾക്കും തൊട്ട മുടിയാതെ പറയില്ല, അമ്മാതിരി പെർഫോമൻസ് ആണ്. അത് കിടിലാണ്. മമ്മൂട്ടി കമ്പനി ബസൂക്ക എന്നൊക്കെ എഴുതിയിട്ട് ആ ഒരു സാധനം വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ വെച്ചു എന്നേ ഉള്ളൂ. ഇന്നൊരു മമ്മൂക്ക തന്നെ പുറത്തുവിട്ടിട്ടുള്ളതാണ്. അടുത്തത് മദ്രാസി. ഇത് ശിവകാർത്തികേയന്റെ ഒരു ഭയങ്കര ആക്ഷൻ പരിപാടി നമുക്ക് പ്രതീക്ഷിക്കാന്ന് പറയുന്ന, എന്നാൽ നടന്നിട്ടുള്ള സംഭവമൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് മദ്രാസി എന്ന് പറയുന്നത്. ശിവകാർത്തികേയൻ കൊടുത്തിട്ടില്ല. സെപ്റ്റംബർ 5 ഓൾറെഡി ഡേറ്റും കാര്യങ്ങളൊക്കെ അവർ വന്നിരുന്നു. സോ ഇൻ തിയേറ്റേഴ്സ് സെപ്റ്റംബർ 5. കുറെ റൂമേഴ്സിലൊക്കെ ആൾക്കാർ പറഞ്ഞു സെപ്റ്റംബർ 5 ഇറങ്ങുന്നു. അതൊക്കെ ഓൾറെഡി പറഞ്ഞ് കേട്ടുന്ന പരിപാടി തന്നെയാണ്. പോസ്റ്റേഴ്സിൽ അവിടെ ശിവകാർത്തികേയൻ ഉണ്ട്. കുറച്ച് താടിയൊക്കെ വെച്ചിട്ട്, എനിക്ക് തോന്നുന്നു ഇത്രയും താടി വെച്ചിട്ട് ഇതിനു മുമ്പ് ഒരു പടത്തിൽ വന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഓർമ്മയില്ല. എന്തായാലും ഒരു വെറൈറ്റി സംഭവമൊക്കെ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പുറകിൽ ആ വണ്ടിയൊക്കെ ആക്സിഡന്റ് ആയി കിടക്കുന്നതും ആ പരിപാടികളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും കണ്ടറിയാം എന്താണ് ഇതിന്റെ ഒരു അവസ്ഥ എന്നുള്ളത്. നെക്സ്റ്റ് റെട്രോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റ് വന്നിട്ടുള്ള 1 എന്നുള്ള പാട്ടാണെങ്കിലും കൺമണി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടാണെങ്കിലും ഒക്കെ വേറെ ലെവൽ സംഭവങ്ങളായിരുന്നു. ആൻഡ് ഇതിന്റെ ഗ്ലിംസും സൂപ്പർ സംഭവം തന്നെയായിരുന്നു. എന്തായാലും ഓഡിയോ ആൻഡ് ട്രെയിലർ ലോഞ്ച് 18/4/25
ഈ മാസം 18-ാം തീയതി, ഇപ്പൊ ഇന്ന് 15, 16, 17, 18 ദുഃഖവെള്ളിയുടെ അന്നാണ് ഇറക്കി വരുന്നത്. അന്നൊരു സന്തോഷമുള്ള സംഭവം ഇതായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. സോ റെട്രോ, ഹാപ്പി തമിഴ് ന്യൂ ഇയർ ആൻഡ് വിഷു. ഓ, തമിഴ് ന്യൂ ഇയർ ആൻഡ് വിഷു കൊള്ളാം. ഇൻ സിനിമാസ് മെയ് 1 വേറെ ഒരു പടത്തിനും കാത്തിരിക്കുന്നില്ല. വേറെ പടം റിലീസ് ഉണ്ടോ പോലും അറിയില്ല. ദിസ് ഈസ് വേറെ ലെവൽ പ്രതീക്ഷ. 2 മലയാളത്തിന്റെ ലവ്ലി 3D വരുന്നുണ്ട്. അതെന്താന്ന് കണ്ടറിയാൻ വേണം. ബട്ട് ഇതിൽ വൻ പ്രതീക്ഷയാണ്. കൂടുതലൊന്നും പറയില്ല, കണ്ടറിയാം. ഇവർ രണ്ടുപേരുടെയും കോംബോ ചിലപ്പോൾ അടിപൊളിയായിരിക്കും. ഇതിൽ പിന്നെ പൂജ ഹെഗ്ഡെയുടെ കഥാപാത്രത്തിന് സംസാരിക്കാൻ കഴിയാത്ത ഒരാളാണെന്നൊക്കെയാണ് തോന്നുന്നത്. ഇനി പറയാനുള്ളത് നരിവേട്ട എന്ന് പറഞ്ഞ ഇതുപോലെ തന്നെ നടന്നിട്ടുള്ള സംഭവമായിട്ട്, അതായത് എന്താ പറയാ, റിയൽ ഇവന്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കുറെ സംഭവങ്ങളൊക്കെയാണ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും ആ പരിപാടികളൊക്കെ. എന്തായാലും പോലീസ് കഥാപാത്രമായിട്ടാണ് ഇതിൽ നമ്മുടെ ടൊവിനോ തോമസ് വരുന്നത്. അതിന്റെ ആദ്യ സിംഗിൾ റിലീസിംഗ് ത്രൂ പൃഥ്വിരാജ് സുകുമാരൻ സോഷ്യൽ മീഡിയ പേജ്. എന്നാണ് വരുന്നത്? 6 PM 16-ാം തീയതിയാണ്, ഏപ്രിൽ മാസം തന്നെയാണ്. അതായത് നാളെ വൈകിട്ട് 6 മണിക്ക് ഇതിന്റെ ഫസ്റ്റ് സിംഗിൾ പൃഥ്വിരാജിന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പുറത്തു വരും എന്നാണ് പറഞ്ഞത്. സോ നാളെ 6 PM അത് കാത്തിരിക്കാം. നരിവേട്ട ഇതുവരെ തന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ട് തന്നെ അവരത് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ ട്രൂ ഇവന്റ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എത്രമാത്രം അവർക്ക് ആ ഒരു നീതി പുലർത്താൻ പറ്റും, എത്രമാത്രം അത് സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടതാണ്. സോ എന്തായാലും പ്രതീക്ഷയുള്ള സിനിമ തന്നെയാണ്. ടൊവിനോ തോമസിന്റെ മറ്റൊരു ഗംഭീര പെർഫോമൻസ് കാണാൻ സാധ്യതയുള്ള ഒരു സിനിമ കൂടി. നടന്ന സംഭവമായതുകൊണ്ട് തന്നെ ആ കഥാപാത്രം എത്രമാത്രം നന്നായിട്ട് പുള്ളി ചെയ്യുന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. എന്തായാലും അതൊരു പ്രതീക്ഷയുള്ള സംഭവമാണ്. അപ്പൊ ഇത്രയും അപ്ഡേറ്റുകളാണ് നമുക്ക് പറയാനുള്ളത്. ആൻഡ് ഇതിൽ തുടരും ജസ്റ്റ് പോസ്റ്റർ മാത്രമാണ് വെച്ചെങ്കിൽ പോലും തുടരും എന്ന് പറഞ്ഞ സിനിമയെ പറയുമ്പോഴൊക്കെ എന്തോ വല്ലാത്തൊരു പ്രതീക്ഷ ഉള്ളിലുണ്ട്. കൂടുതലൊന്നും പറയുന്നില്ല, കണ്ടറിയാം എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യം, ഇതിന്റെ ഡയറക്ടർ തരുൺ മൂർത്തി തന്നെ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ ഇത് പല സിനിമയായിട്ട് കണക്ട് ചെയ്യാനും പല സിനിമയായിട്ട് കമ്പയർ ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിലൊരു കമ്പാരിസൺ ചെയ്യാതെ പോകുന്നത് തന്നെയായിരിക്കും നല്ലത്. പുള്ളി തന്നെ പറയുന്നത് ഇതൊരു ഫാമിലി ഡ്രാമയാണെന്നാണ്. അതിൽ പ്രതീക്ഷിക്കാത്ത കുറച്ച് ത്രില്ലറും കാരണങ്ങളൊക്കെ ഉണ്ടായേക്കാം എന്നുള്ളത് മാത്രമാണ് ആളുകൾ പറഞ്ഞു കേൾക്കുന്നതാണ്. പക്ഷെ ഡയറക്ടർ പറയുന്നത് ഞാൻ സിനിമ ചെയ്യുന്നത് മറ്റൊരു ദൃശ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയുടെ പുറകെ പോയി ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രെൻഡ് പിടിച്ചു ചെയ്യാനോ അല്ല, നമ്മൾ ട്രെൻഡ് സെറ്റർ ആവുക എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ ഇതൊരു പുള്ളി പണ്ട് എങ്ങോട്ടോ പോയപ്പോ ഒരു ടാക്സിക്കാരൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞത്, അത് കണ്ടപ്പോൾ അതിന്റെ മുൻപും ശേഷവും അങ്ങനെ ആലോചിച്ചിട്ടാണ് ഏതോ ഒരു സാഹചര്യത്തിൽ പുള്ളി അങ്ങനെ ചിന്തിച്ചിരിക്കുന്നു, എന്തായിരിക്കും പറ്റിയിട്ടുണ്ടാവുക എന്ന് ചിന്തിച്ചപ്പോൾ ഒരു സംഭവം കിട്ടുന്നു. അതിന് മുമ്പ് അയാൾ എന്തായിരുന്നു, ആ സംഭവം സംഭവിച്ചതിന് ശേഷം അയാൾ എന്താണ്, ഇതാണ് പുള്ളി പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. ആ ശേഷം എന്താ സംഭവിക്കും, മുമ്പ് എന്താണെന്നൊക്കെ നമുക്ക് കണ്ടറിയാം. എന്തായാലും വളരെ പ്രതീക്ഷയുള്ള സിനിമയാണെന്ന് മാത്രം പറഞ്ഞു വെക്കുന്നു. സോ നിങ്ങൾക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമ ഏതാണെന്നുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ